everybody, welcome back to my YouTube channel. എല്ലാവരും സുഖമായിരിക്കുന്നു? വിഷുവൊക്കെ അടിച്ച് പൊളിച്ചോ? ഞങ്ങളുടെ വിഷു അടിപൊളിയായിരുന്നു. ഇന്നലെയാണ് വിഷുവിന് സദ്യക്ക് വെച്ച സാധനങ്ങളൊക്കെ ഇന്നലെയാണ് മര്യാദയ്ക്ക് ഒന്ന് കഴിച്ചൊക്കെ തീർന്നത്. ഇന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ എം കറന്റ്ലി അറ്റ് മൈ വർക്ക്. ഒരു 30 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് ഓടി പോവുകയാണ്. ഇന്ന് നമ്മൾ എൻ്റെ ജോലി കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും വി ആർ ട്രാവലിംഗ്, വി ആർ ഡ്രൈവിങ് അറ്റ് നൈറ്റ്. ഒന്ന് മെയിനായിട്ട് ഈ കാറിൻ്റെ ടയർ മാറ്റാനുള്ള സമയമായി. ടയർ മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളെൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും, ഇങ്ങനെ സമ്മറിന്ന് വിൻ്ററിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൻ്റർ ടയർ മാറ്റണം. അതുപോലെ ഇപ്പോൾ ഏപ്രിൽ അവസാനം ആവാറായല്ലോ. ഏപ്രിൽ കഴിഞ്ഞാൽ മഞ്ഞ് ഇവിടെ ഏകദേശം അവസാനിച്ചു. അപ്പം ഇനി വിൻ്ററിൽ നിന്ന് സമ്മറിലേക്കുള്ള സമ്മർ ടയർ ഇടണം. അപ്പോൾ അതിന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ കാര്യത്തിനും അപ്പോയിൻമെൻ്റ് ആണ്. പല്ല് പറിക്കാൻ അപ്പോയിൻമെൻറ്റ്, ടയറിന് ഓയിൽ മാറ്റണമെങ്കിൽ ടയർ മാറ്റണമെങ്കിൽ അപ്പോയിൻമെൻറ്റ്, ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പോയിൻമെൻറ്റ്, അങ്ങനെ എല്ലാ കാര്യത്തിനും അപ്പോയിൻമെൻ്റ് ആണ്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് നാളാണ് കിട്ടിയിരിക്കുന്നത്. ഐ വാസ് വർക്കിംഗ് ബട്ട് നാളത്തേക്ക് ഓഫായിട്ട് ഷിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തു. സോ നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് രാഹുലാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഓഫാണ്. വെക്കേഷൻ ഡേയ്സ് ആണ്. നിർബന്ധമായും വെക്കേഷൻ എടുക്കണമെന്നൊക്കെയാണ് ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസിൽ പറയുന്നത്. സോ ഒരാഴ്ചയായിട്ട് ഇപ്പോൾ രാഹുലും ഓഫാണ്. സോ വി ആർ ഗോയിങ് ടു സ്പെൻഡ് ദീസ് 2 days ഇൻ അവർ ഫ്രണ്ട്സ് പ്ലേസ്. നമ്മൾ ഫ്രണ്ട്സിനെ കാണാൻ പോകും. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളുടെ ഒരു കൂട്ടുകാരനും കൂടെ പിക്ക് ചെയ്യണം. സോ 200 kilometers ഡ്രൈവ് ദെയർ. അവിടെ നിന്ന് ഒരു 100 kilometers ഡ്രൈവ്സ് ടു ദ അതർ പ്ലേസ്. അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലോങ് നൈറ്റ്. അപ്പോൾ ജോലിയുടെ ഇടയിൽ ഞാൻ വീട്ടിലോട്ട് ഓടിപ്പോയിട്ട് പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഒന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ രാവിലെ ചെയ്തോളും. ഓടിപ്പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരണം. പിന്നെ പറ്റുവാണെങ്കിൽ നേരത്തെ ഡിന്നർ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീട്ടിലോട്ട് ഇപ്പോൾ പോവാം. ഇറ്റ്സ് ജസ്റ്റ് 5 minutes ഡ്രൈവ് ഫ്രം ഹിയർ. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ലുക്ക് അറ്റ് ദ വ്യൂ. ഇപ്പോൾ ഇവിടെ സമയം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? ഇറ്റ്സ് ജസ്റ്റ് 7:30, 7:30 രാത്രി 7:30 പക്ഷെ ഇപ്പോൾ വെയിൽ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുമ്പ് മുതലുള്ള വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും 2 മാസം 3 മാസം മുമ്പൊക്കെ 3:30 ആകുമ്പോൾ ഇപ്പോൾ ഇരുട്ടാവും, വേഗം ചെന്ന് വീട്ടിൽ ചെന്ന് പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലയിടത്ത് നമ്മൾ തിരിച്ചു വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. സോ ഇവിടെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ടൈം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴായിരുന്നു March 21st 22nd ആയിട്ട് സ്പ്രിംഗ് ഫോർവേഡ് എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ടൈം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം 7:30 ആയിട്ടും ഈ വെയിൽ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലൊരു 5 മണിയുടെ വെയിൽ. പക്ഷെ ഇപ്പോഴും തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് ഇന്ന് എത്ര 4 degrees 6 degrees ഒക്കെ പോവുക. പക്ഷെ ഞാനിപ്പോൾ ഒന്നും ജാക്കറ്റേ ഇടുന്നില്ല. എനിക്ക് എങ്ങനെയും എത്രയും പെട്ടെന്ന് ഒന്ന് സമ്മർ ആയാൽ മതി, ഒന്ന് ചൂടായാൽ മതി, അങ്ങനെ തോന്നാം. ഹലോ സ്വീറ്റ് ഹായ്. ഫുഡായോ? റാപ്പ് ഉണ്ടാക്കുന്നില്ല? നമ്മുടെ പ്ലാനിങ് അനുസരിച്ച് ഞാൻ ജോലി കഴിഞ്ഞ് ഏകദേശം ഒരു 9 മണിക്ക് ഇറങ്ങുന്നു. അവിടെ നിന്ന് നേരെ രാഹുലിനെയും കൂട്ടി അങ്ങ് പോവാന്നാണ് വിചാരിച്ചത്. ഐ ഡോണ്ട് മൈൻഡ് ഈറ്റിംഗ് ഫ്രം ദ കാർ. സോ അങ്ങനെയാണ് ആദ്യം വിചാരിച്ചത്. ബട്ട് പിന്നീട് പ്ലാനിലൊക്കെ ചെറിയ ചേഞ്ച് വന്നു. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഇപ്പൊ ഞാന് ഭയങ്കര തിരക്ക് പിടിച്ച് എന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ കോൾഡ് വെതറിന്ന് ഒരു ചെറിയൊരു ഹോട്ട് വെതറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടാനും അല്ലെങ്കിൽ ജാക്കറ്റിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഭയങ്കര കൊതിയാണ് സത്യം പറഞ്ഞ. ബട്ട് അതിനനുസരിച്ച് നല്ലൊരു ഹോട്ട് വെതറും ആയിട്ടില്ല കേട്ടോ. ഇപ്പോഴും പുറത്ത് തണുപ്പൊക്കെ ഉണ്ട്. ബട്ട് അതൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഡ്രസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. രാഹുലാണെങ്കിൽ ഇവിടെ ജ്വല്ലറീസ് ഒക്കെ എടുത്തു വെക്കുവാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്റെ കയ്യിലുള്ള മാലയും വളയും മോതിരത്തെക്കാളും കൂടുതൽ രാഹുലിന്റെ അടുത്ത് മാലയും വളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. He's so obsessed with some jewelries and he got some fine collections. ഞാനിപ്പോ ഇന്നിവിടെ ഗാർബേജ് ഡേ ആണ്. ഞങ്ങൾക്ക് 2 രീതിയിലാണ് ഗാർബേജ് വരുന്നത്. ഒന്ന് റീസൈക്കിളും ഒന്ന് ഗാർബേജും ഫുഡ് വേസ്റ്റും ഒക്കെ. ഞങ്ങൾക്ക് അങ്ങനെ ഗാർബേജ് ഉണ്ടാവാറില്ല. ഒന്ന് ഫുഡ് വേസ്റ്റും മറ്റൊന്ന് റീസൈക്കിളും, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ തേഴ്സ്ഡേയ്സിൽ നമ്മളത് പുറത്ത് വെക്കണം. ഇന്നിപ്പോ വെനസ്ഡേ ആണ്. ഇന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞല്ലേ വരുള്ളൂ. അപ്പൊ ഈ പരിപാടികളൊക്കെ തീർക്കണം. വീട് ഒന്ന് ക്ലീൻ ചെയ്യണം.
പിന്നെ തിരിച്ചു വരുമ്പോ വീട് ക്ലീൻ ചെയ്യണം, ഒതുക്കി വെക്കണം എന്നുള്ള കാര്യം നോക്കണ്ടല്ലോ. ഫ്രൈഡേ ആണെങ്കിൽ എനിക്ക് ജോലിയുണ്ട്. അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങനെ നേരെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നേരെ വീട്ടിൽ വന്ന് കുക്ക് ചെയ്തൊക്കെ ബാക്കി പരിപാടികളിലൊക്കെ കിടക്കാലോ. ഇപ്പോഴും ഫ്രിഡ്ജിലാണെങ്കിൽ വിഷുവിന് വെച്ച സാമ്പാറും കാര്യങ്ങളും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യുവാണ്. ഫ്രിഡ്ജ് ഒതുക്കുമായിരുന്നു. രാവിലെ ആണെങ്കിൽ എല്ലാം ഡിഷ് വാഷ് ഒക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യും കൂടെ ചെയ്യുമായിരുന്നു. പിന്നെയും കുറച്ച് പാക്കിംഗ് ഒക്കെ ബാക്കിയുണ്ട്. രാഹുലിന്റെ പാക്കിംഗ് ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞു, എന്റെ പാക്കിങ്ങും ഒരു സൈഡിൽ നിന്ന് കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കും ഇത്രയും ഭയങ്കരമായിട്ട് പ്ലാൻ ഒക്കെ ചെയ്തു പോകുന്നത് എവിടേക്കാ അവർ പോകുന്നതെന്ന്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു യാത്രയൊന്നും അല്ല കേട്ടോ. ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ അപ്പൊ നമ്മൾ താമസിക്കുന്നത്. 2 ദിവസം മാറി നിൽക്കുന്നു. എനിക്ക് രാഹുലിന്റെ എന്റെയും മുഖം കണ്ടു നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം. അത് മാത്രമല്ല, ഇന്ന് മെയിൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. രാഹുലിന് ഇന്ന് ഒഴിവാണ്. ബട്ട് ഞാൻ ഇന്ന് ഓഫ് എടുത്തു. അങ്ങനെയാണ് പോയി വരുന്നത്. അപ്പോ ഞാനിങ്ങനെ ജോലിയുടെ ഇടയിൽ വന്നിട്ട് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കിയിട്ടൊന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിക്ക് ചെയ്ത് അങ്ങനെ പിന്നെ ഡ്രൈവ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. ഒഫീഷ്യലി ഇനി അങ്ങോട്ട് മഞ്ഞുണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വാസം. ഇന്നിപ്പോ ഏപ്രിൽ പകുതിയായി. റോട്ടിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ഷോർട്ട് ഡ്രസ്സിലൊക്കെ ഇറങ്ങി തുടങ്ങി. സോ ഹോപ്പ്ഫുള്ളി ഇനി അങ്ങോട്ടൊരു മഞ്ഞ് കാണില്ല. സോ വി ആർ ഗോയിങ് ഫോർ ദ സമ്മർ സ്പ്രിംഗ് ടൈം, വെരി ബ്യൂട്ടിഫുൾ ടൈം ഓഫ് ദി ഇയർ. ഈവനിങ്സ് ആർ പ്രിറ്റി ചിൽ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജോലിയൊന്നുമില്ല. ഐ നീഡ് ടു മേക്ക് ഷുവർ എവറിത്തിങ് ഈസ് ഡൺ. മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. ദെൻ ഐ ഹാവ് ടു മേക്ക് സം നോട്ട്സ് ഫോർ ദ നെക്സ്റ്റ് ടീം. പിന്നെ ഓൾറെഡി നേരത്തെയാണ് ഇറങ്ങുന്നു എന്നുള്ള കാര്യം ഞാൻ സ്റ്റാഫിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മറ്റുള്ള സ്റ്റാഫ്സിനോട്. അപ്പോൾ വെൻ ഐ എം ലീവിങ് ഐ വിൽ ജസ്റ്റ് ഷൂട്ട് അനദർ ടെക്സ്റ്റ് മെസ്സേജ്. അത്ര മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് നോട്ട്സ് ഉണ്ടാക്കണം, അപ്പം അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസ് മുറിയിലിരുന്ന് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്ന് പണിയെടുക്കുന്ന എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഈ ജോലി സംബന്ധിച്ചിടത്തോളം ഐ ഗോ അ ലോട്ട് ഇൻ ദ കമ്മ്യൂണിറ്റി. ഞാൻ ഫുൾ ടൈം പുറത്തായിരിക്കും. ഐ മീറ്റ് സോ മെനി പീപ്പിൾ. അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ജോലിയും കൂടാണ്. സോ ഐ റിയലി ലൈക്ക് അബൌട്ട് മൈ ജോബ് ഇസ് ഇറ്റ്സ് മോർ ഔട്ട്ഡോർ. സോ ഇന്നത്തെ പരിപാടികൾ ഇവിടെ ഇങ്ങനെ സാവധാനം അവസാനിപ്പിച്ച് ഇറങ്ങാന്ന് വിചാരിച്ചു. പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. രാഹുല് എന്നെ ജോലിയിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് നേരെ ഹാർവീസിൽ പോയി ഒരു ബർഗർ വാങ്ങിച്ചു. എന്നിട്ട് രാഹുല് വീട്ടിൽ വന്ന് കഴിച്ചു. ആ സമയം കൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ റീൽസ് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ വീഡിയോസ് ഒക്കെ ഞാനൊരു വിത്തിൻ 10-15 മിനിറ്റ്സ് അപ്ലോഡ് ചെയ്തു. പുറത്തിറങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ പരിപാടികളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, കാറിലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. ആം, ബാക്കി എല്ലാ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ കാറിലേക്ക് കയറ്റി. പുറകിൽ ഇനി നമ്മൾ വേറൊരാളെ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. സോ ബാക്ക് സീറ്റിലൊന്നും വെച്ചില്ല, എല്ലാം പുറകിൽ തന്നെ വെച്ചു. എന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങി. ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ എപ്പോഴും നമ്മൾ തമ്മിലൊരു സംസാരം ഉണ്ടാവാറുണ്ട് കേട്ടോ. വി ബോത്ത് ലവ് ഡ്രൈവിംഗ് ആൻഡ് വി ബോത്ത് ഹേറ്റ് ടു ബി ഇൻ ദ പാസഞ്ചർ സീറ്റ്. സോ മിക്കപ്പോഴും ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഞാൻ കുറച്ച് ദൂരം ഓടിക്കും, രാവിലെ കുറച്ച് ദൂരം ഓടിക്കും എന്നുള്ളതാണ്. മിക്കപ്പോഴും ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതും സംസാരിക്കുന്നതും കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്നത്. ഈ റോഡുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കൂരിരുട്ടത്തും രാത്രിയൊക്കെ ആയിരുന്നു സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ടിരുന്നത്. സോ ഇറ്റ് വാസ് എ ക്വൈറ്റ് ജേർണി. ആ സമയങ്ങളിൽ 10-200 കിലോമീറ്റർ ഇങ്ങനെ രാത്രി നമ്മൾ ഡ്രൈവ് ചെയ്യും. കാനഡയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൗൺ കഴിഞ്ഞ് മറ്റൊരു ടൗണിലേക്ക് എത്തണമെങ്കിൽ ഇതുപോലെ 10-50 കിലോമീറ്റർ ഉണ്ട്. അതിനിടയിൽ വെറും തരിശു ഭൂമികളും കുറച്ച് കാടും കാര്യങ്ങളൊക്കെയാണ്. ഇതിനിടയിൽ വന്യമൃഗങ്ങളെ ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഒരു തവണ ഞാൻ ഇതുപോലെ ഒരു മൂസും ഒരു ഡിയറിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ആ സമയങ്ങളിൽ ഞാൻ സിറ്റിയിൽ മാത്രം ഡ്രൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കൺട്രി സൈഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് സമ്മറിന്ന് ഇങ്ങനെ വിന്ററിലേക്ക് ഫാളിലേക്ക് മാറുമായിരുന്നു. അപ്പം ഈ നിലത്തിൽ നിന്ന് ഇങ്ങനെ ആവിയായിട്ട് ഇങ്ങനെ റോഡിന്റെ പകുതി, അതായത് കാറിന്റെ പകുതിയോളം ഇങ്ങനെ കിടക്കുമായിരുന്നു. ആ സമയത്ത് ആ കാഴ്ച കാണാൻ പേടി പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിന്റെ നടുക്ക് ആരുമില്ല, ഞാൻ മാത്രം കാറിൽ ഇങ്ങനെ പോകുന്നു. റോഡ് റോഡ് പകുതി മൂടിക്കിടക്കുന്ന പോലെ ഒരു മൂടൽ മഞ്ഞ് കിടക്കും. ഒരു ഹൊറർ സീൻ പോലെ. പക്ഷെ ഇതിലൊന്നും കണ്ട് ഞാൻ പേടിച്ചില്ല കേട്ടോ. ആ സമയത്ത് അതൊക്കെ ആവശ്യമായിരുന്നു, ഡ്രൈവ് ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ. സോ ഇറ്റ് വാസ് റിയലി എ ഫൺ ടൈം.
ഇപ്പോ ഇതുപോലെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വരില്ല. സോ വി റിയലി എൻജോയ് ആർ കമ്പനി ടു. പിക്ക് ചെയ്യേണ്ട ആള് പിക്ക് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ആസിഫ്. രാഹുലും ആസിഫും ആണ് സ്റ്റുഡന്റ് പീരീഡ് നിന്ന സമയത്ത് ദേ ഷെയർഡ് ദിയർ റൂം, ദേ ഷെയർഡ് ദിയർ ഹൗസ് ടുഗെദർ. സോ ഞാൻ എപ്പോഴും അവിടെ കാണാൻ പോകുമ്പോഴും അല്ലെങ്കിൽ എന്നെ കാണാൻ വരുമ്പോഴും ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ആസിഫ് ഉണ്ടാകും. ആഹ് അതിപ്പോ ഇവിടെ കാനഡയിൽ നിന്ന് മാത്രമല്ല, നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ ഓരോ ഫ്രണ്ട്സും ആൾക്കാരും ഒക്കെ എപ്പോഴും കാണും. ആം, സിനിമയ്ക്ക് പോകുമ്പോഴും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ എപ്പോഴും കാണും. രാഹുലാണെങ്കിൽ ഒരു കാപ്പി വാങ്ങിച്ചു കുടിക്കാന്ന് പറഞ്ഞിട്ട് ടിമോട്ടൻസിൽ ഡ്രൈവ് ത്രൂവിൽ കയറിയിരിക്കുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡ്രൈവ് ത്രൂ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ ടൗണിലും ഒരു ടിമോട്ടൻസ് കാണും. ഒന്നല്ല, അഞ്ചോ ആറോ ഏഴോ എട്ടോ ടിമോട്ടൻസ് കാണും. അവിടെ നമ്മൾ കാപ്പി വാങ്ങിക്കും. ഞാൻ ഇവിടെ നിന്ന് കാപ്പിയും ചായയും ഒന്നും കുടിക്കാറില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല. ഇത് ഭയങ്കര അടിപൊളി കാപ്പി ആയതുകൊണ്ടല്ല, ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് കെഫെയിൻ. അതിങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്യാനും രാവിലെ ഒക്കെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർ വാങ്ങിച്ചു കുടിക്കും. ഇവിടെയുള്ള ആൾക്കാർ ഒരു കാപ്പി മാത്രമല്ല, ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് ഇത് സ്മോൾ സൈസ് ആണ് നിങ്ങളിപ്പോ കണ്ട കപ്പ്. അതിനേക്കാളും വലിയ മടങ്ങുള്ള കപ്പുണ്ട്, എക്സൽ, ലാർജ്, എക്സ്ട്രാ ലാർജ് സൈസ്. അതിലൊക്കെ ഓരോ ദിവസം ആൾക്കാർ അഞ്ചോ ആറോ കാപ്പി വാങ്ങിച്ചു കുടിക്കാറുണ്ട്. ഭക്ഷണമൊന്നും ഇവിടെയുള്ള ആൾക്കാർ കഴിക്കാറില്ല, ബട്ട് കാപ്പി മാത്രം കുടിക്കാറുണ്ട്. സോ നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് അജിൻ. അജിനും ആസിഫും രാഹുലും ഒക്കെ കൂടെയാണ് ഇവര് സ്റ്റുഡന്റ് പീരീഡ് ഒരേ വീട്ടിലാണ് താമസിച്ചിരുന്നത്. നിങ്ങൾ മുമ്പത്തെ വീട്ടിലൊക്കെ അജിയും ഒക്കെ കണ്ടിട്ടുണ്ടാവും. സോ ഇത് ഇവിടുത്തെ പെട്രോൾ സ്റ്റേഷൻ. രാഹുൽ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് ഈ പെട്രോൾ സ്റ്റേഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലുണ്ടാകുന്ന സമയത്ത് രാഹുൽ ഇവിടെ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ടായിരിക്കും എന്നെ നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തതിന് ശേഷം വല്ലപ്പോഴും ഇവിടെ വന്ന് ഒന്നോ രണ്ടോ ദിവസം നിൽക്കുമ്പോഴും രാഹുലിന്റെ കൂടെ ഞാൻ ഒരു കാര്യമില്ലാതെ നൈറ്റ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ കൂടെ പോയി നിൽക്കാറുണ്ട്. സോ ഐ എം സോ ഫെമിലിയർ വിത്ത് ദിസ് പ്ലേസ്. അതുപോലെ ഇത് റൺ ചെയ്യുന്ന മാനേജേഴ്സും ഒക്കെ നമ്മളുടെ ഇവരുടെയൊക്കെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ടൗണിൽ നിൽക്കുന്ന ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും ഈ പെട്രോൾ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എനിക്ക് നയഗ്ര ഫാൾസിലാണ് ഞാൻ പഠിച്ചതെങ്കിൽ കൂടെ ഈ ടൗണിലുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ ആൾക്കാരെയും കൂടെ എനിക്കറിയാം. അങ്ങനെ വേണം പറയാൻ. ഇവിടെ ഇപ്പൊ റോട്ടിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക കാണുന്ന ആൾക്കാര് മലയാളികളായിരിക്കും. ആ മലയാളികളൊക്കെ ഏകദേശം നമ്മൾ കണ്ടുപരിചയമുള്ള ആൾക്കാർ തന്നെയായിരിക്കും. അമ്മമാരെല്ലാവരും ഒത്തുചേർന്ന് ആരെയൊക്കെയോ ഇങ്ങനെ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Have you ever heard boys gossiping? It's so fun. ഹായ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 12:30-1 മണി അടുപ്പിച്ച് ഇവിടെ എത്തി. പിന്നെ അവരെയൊക്കെ കണ്ട് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം നിന്ന് ഇപ്പോൾ 2:30 വീട്ടിൽ കയറിയപ്പോൾ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ റൂമിൽ, ഇത് അജിയുടെ റൂമാണേ. അപ്പോൾ അജിയുടെ റൂമിലാണ് കിടക്കാൻ പോകുന്നത്. ഇവിടെ അജി ഹീറ്ററൊന്നും ഓണാക്കി വെച്ചിട്ടില്ല. അപ്പോൾ റൂം ഭയങ്കര തണുപ്പോൾ ഞാൻ 2 പുതപ്പിനടിയിൽ ഇങ്ങനെ ഇരിക്കണം. സോ എനിവേ, ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. അതുവരേക്കും ബൈ.